ഡിപ്ലോമ കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് ഉയർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബിടെക് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് ഒരു പ്രൈവറ്റ് കോളേജിൽ 1 ലക്ഷം രൂപ ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം ഇതിനായിട്ട് കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഴുതേണ്ട എക്സാം ലെറ്റ് എക്സാം ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് പ്രൈവറ്റ് കോളേജിലുള്ള അഡ്മിഷനും കൂടെ നടക്കുന്നുണ്ടായിരിക്കുക. അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ഈ 120 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള 8 സബ്ജക്റ്റിലൂടെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ തന്നെ ബേസിക് മെക്കാനിക്കൽ, ബേസിക് ഇലക്ട്രിക്കൽ, ബേസിക് സിവിൽ, ബേസിക് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളും അതിൻ്റെ കൂടെ തന്നെ ബേസിക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗും, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്നും, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ നിന്നും, ഇംഗ്ലീഷിൽ നിന്നുമായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കുക. അപ്പം ഇത്രയും സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഈ ഒരു എക്സാമിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന സെയിം എക്സാം ആയതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ലെവലെല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഡിപ്ലോമ നേടിയെടുത്തുള്ള ആ സബ്ജക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ട്രേഡിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു ട്രേഡ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള അവസരവും അവിടെ തന്നെയുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ വളരെ കുറഞ്ഞ ഫീസോടുകൂടെ പഠിക്കാനായിട്ടുള്ള ലക്ഷ്യം നിങ്ങൾ മുന്നോട്ട് കാണുക. അപ്പോൾ അതിനായിട്ടുള്ള പഠനം നിങ്ങൾ തുടങ്ങേണ്ട സമയം ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു എക്സാം വരുന്നുണ്ടായിരിക്കുക ഏകദേശം ഒരു ജൂൺ ആദ്യ ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയിലായിട്ടായിരിക്കും എല്ലാ വർഷവും നടക്കുന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം വളരെ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എല്ലാം കഴിഞ്ഞ് അതിനുള്ള സമയം നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു മാസം മാത്രമാണ് മുന്നോട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് കൃത്യമായി തന്നെ പഠിച്ചുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് സൈലന്റ് ടെക്നിക്കലിൽ ഇപ്പോൾ ക്രാഷ് ബാച്ച് നമ്മൾ ഈ വരുന്ന ഏപ്രിൽ 8-ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ബാച്ച് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും പ്രീ റെക്കോർഡഡ് സെഷൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ പറയുന്ന ക്ലാസ്സുകളെല്ലാം കണ്ടു തീർക്കാൻ സാധിക്കും. അത് കണ്ടു തീർത്തതിന് ശേഷം സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് കിട്ടാൻ പാകത്തിലായിട്ട് എക്സാമുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എക്സാം എന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റുകളുടെയും ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ 120 ക്വസ്റ്റ്യൻസിൻ്റെ സെയിം വെയിറ്റേജ് വരുന്ന രീതിയിൽ തന്നെ നമുക്കവിടെ മോക്ക് ടെസ്റ്റുകളും കൂടെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ ആ ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്ത് കൃത്യമായി തന്നെ നിങ്ങളെ പഠനം ഉറപ്പാക്കിക്കൊണ്ട് നിങ്ങളുടെ റാങ്കിലേക്ക് എത്തിക്കാൻ പാകത്തിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ബാച്ചിലേക്കുള്ള ഫീസായിട്ട് വരുന്നത് വെറും 999 രൂപ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കുക ഏപ്രിൽ 8-നായിരിക്കും. ആരും മറന്നു പോകണ്ട. അപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്മിഷൻ നേടിയെടുക്കുക. ഓൾ ദി ബെസ്റ്റ്. പഠനം ഉഷാറാക്കാം സൈലന്റ് ടെക്നിക്കലിനോടൊപ്പം.